പാവ് ബജി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. നല്ല അടിപൊളി ടേസ്റ്റാണ്, കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടും. അപ്പോൾ ഇതിൽ വെജിറ്റബിൾസൊക്കെ അടങ്ങിയിട്ടുണ്ട്. വെജിറ്റബിൾസ് കഴിക്കാത്ത കുട്ടികൾക്കും ഇത് നല്ല പെർഫെക്റ്റായ റെസിപ്പിയാണ്. ഇതുണ്ടാക്കിയ ദിവസം ചോറിൻ്റെ ഒന്നും ആവശ്യമില്ല, അന്നത്തെ ദിവസം ഇത് തന്നെ മതി. അപ്പോൾ നല്ല ഹെൽത്തിയാണ്. നമുക്ക് ഈവനിങ് സ്നാക്കിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ രാത്രി ഡിന്നറിന് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഇതുണ്ടാക്കിയെടുക്കാം. നല്ല ഹെൽത്തിയാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഫ്രിഡ്ജിൽ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ ഒരു കോളിഫ്ലവർ ഉണ്ട്, പിന്നെ 2 ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്, ഒരു ക്യാരറ്റ്, 2 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്, പിന്നെ നമ്മുടെ സവാള, പച്ചമുളക്, ടൊമാറ്റോ, ഇതൊക്കെ. ആദ്യം തന്നെ നമുക്ക് വെജിറ്റബിൾസൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നന്നായി കഴുകിയെടുത്തിട്ട് നമുക്കിത് കുക്കറിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കണം. To the city streets, we began to feel the fire. We rise like tall buildings as the chemicals that take us higher. അപ്പോൾ എല്ലാം കൂടി കഴുകി എടുത്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാം കൂടി ഒന്ന് സെപ്പറേറ്റ് ആക്കി എടുക്കാം. അപ്പോൾ നമ്മൾ കോളിഫ്ലവർ നന്നായി കഴുകിയെടുത്തിട്ടുണ്ട്. അത് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് പാവിൻ്റെ കൂടെ അല്ലെങ്കിൽ നമ്മൾക്ക് ചപ്പാത്തിയുടെ കൂടെയും ബ്രെഡിൻ്റെ കൂടെയൊക്കെ കഴിക്കാം, പാവ് ഇല്ലെങ്കിൽ. ഇനി നമുക്ക് ഉരുളക്കിഴങ്ങൊക്കെ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ എല്ലാം ക്യൂബ്സാക്കി എടുത്തിട്ടുണ്ട്. ഇതും കോളിഫ്ലവറിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഓക്കെ, ഇനി ഇതിലേക്ക് നമുക്ക് ഒരു പകുതി കണ്ട് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അധികമായിക്കൊണ്ട് വെജിറ്റബിൾസ് വേവാൻ ആവശ്യമായ വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി നമ്മളിതൊന്ന് അടച്ചു വെച്ചിട്ട് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം. ഒരു 2-3 വിസിലിന് നന്നായി മാഷ്ഡ് ആവണം. എന്നാൽ അപ്പോൾ അപ്പോഴേക്കും നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസൊക്കെ കട്ട് ചെയ്തെടുക്കാം. സവാളയും പിന്നെ ടൊമാറ്റോ, 2 ടൊമാറ്റോ എടുത്തിട്ടുണ്ട്, കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, ഇതൊക്കെ വേണം. ഇനി ഇതൊക്കെ നമുക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ടൊമാറ്റോ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. അപ്പോൾ ഇനി നമുക്ക് ഗ്യാസിലേക്ക് ഒരു കടായി വെച്ച് കൊടുക്കാം. നമ്മുടെ വെജിറ്റബിൾസ് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. കടായി വെച്ചതിന് ശേഷം ഇതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ചൂടായതിന് ശേഷം ഇതിലേക്ക് ജീരകം ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ജീരകം ഇട്ടിട്ട് ഒന്ന് പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് അരിഞ്ഞു വെച്ച് സവാള ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ പച്ചമുളകും ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. എല്ലാം കൂടി നന്നായി ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. സവാള ഒന്ന് ട്രാൻസ്ലൂസൻ്റ് ആയതിനു ശേഷം ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് ക്രഷ് ചെയ്തതാണ്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഫ്രഷ് ജിഞ്ചർ ഗാർലിക് നമ്മൾ ക്രഷ് ചെയ്ത് ചേർത്താൽ നല്ലൊരു ഫ്ലേവറായിരിക്കും. നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കുന്നതിലും ഇതില്ലെങ്കിലും ഗാർലിക് പേസ്റ്റ് ചേർത്താലും മതി. അപ്പോഴേക്കും നമുക്ക് ഇവിടെ ടൊമാറ്റോ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഫ്രണ്ട്സ്. അതേപോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എല്ലാം കൂടി നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. കുറച്ച് സമയം ഒന്ന് മൂടി വെച്ച് കൊടുക്കട്ടെ. അപ്പോഴേക്കും നമുക്ക് കുറച്ച് ബാക്കി ജോലികളൊക്കെ ചെയ്ത് തീർക്കാനുണ്ട്. അപ്പോൾ നമ്മൾ 2 മിനിറ്റ് മൂടി വെച്ചതിന് ശേഷം നമ്മുടെ സവാളയും തക്കാളിയൊക്കെ നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് ഓയിലൊക്കെ സെപ്പറേറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൗഡർ മസാലകൾ ചേർത്ത് കൊടുക്കാം. കണ്ടില്ലേ, ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി,
അതേപോലെ 1 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി പൗഡർ, കാശ്മീരി ചില്ലി പൗഡറാണ്, അത് കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് ആദ്യം വെജിറ്റബിൾസ് വേവിക്കുമ്പോൾ ചേർത്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് നോക്കിയിട്ട് ഇട്ട് കൊടുക്കണം. ടീക്കേ. ഇനി നമ്മൾ ഇതേപോലെ 10 രൂപയുടെ ഒരു പാവ് ഭാജി മസാല പാക്കറ്റ് കിട്ടും, അത് മുഴുവൻ പൊട്ടിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഓക്കെ, ഈ മസാല നമ്മൾ വീട്ടിലൊന്നും ഈ പാവ് ഭാജി മസാലപ്പൊടി നമുക്ക് വീട്ടിലൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. മഹാരാഷ്ട്രയുടെ സ്പെഷ്യൽ ഒരു ഐറ്റമാണിത്. അപ്പോൾ അതും കൂടി ഇട്ടതിന് ശേഷം നന്നായി വഴറ്റിയെടുത്തിട്ടുണ്ട്. മിക്സറിൻ്റെ ജാറിലുള്ളതൊന്നും വേസ്റ്റ് ആക്കാണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായി തിളച്ച് വരട്ടെ. ആ മസാലയുടെ പച്ചക്കുത്തൊക്കെ ഒന്ന് മാറിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച വെജിറ്റബിൾസ് ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. കണ്ടില്ലേ? ഇനി നമ്മൾ ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയാണ് ഇത് തയ്യാറാക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതേപോലെ ലഞ്ചിനോ ഡിന്നറിനോ ഒക്കെ ഉണ്ടാക്കിയെടുക്കാം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മളെ വെജിറ്റബിൾസ് കണ്ടില്ലേ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഈ വെജിറ്റബിൾസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം പൊട്ടറ്റോ മാഷർ വെച്ചിട്ടൊന്ന് മാഷ് ചെയ്തെടുക്കാം. പൊട്ടറ്റോ മാഷർ ഇല്ലെങ്കിൽ ഒരു കട്ടരിയോ അല്ലെങ്കിൽ ഒരു ഗ്ലാസ്സോ വെച്ചിട്ട് നന്നായി ഒന്ന് മാഷ് ചെയ്തെടുത്താൽ മതി. വെജിറ്റബിൾസ് നന്നായി വെന്തിട്ടുണ്ട്, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ മാഷ്ഡ്. കൊടുക്കാം. നല്ല അടിപൊളി ഫ്ലേവറൊക്കെ വരുന്നുണ്ട്. പാവ് ഭാജി എന്ന് പറഞ്ഞാൽ എല്ലാവരും വായിന്ന് വെള്ളം ഒഴുകും. എല്ലാ ടേസ്റ്റും എല്ലാം അടങ്ങിയിട്ട് പേര്. അപ്പോൾ ഇതിലേക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് നന്നായി ബോയിൽ ചെയ്തെടുക്കാം, നന്നായി തിളപ്പിച്ചെടുക്കാം. വളരെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കിയെടുക്കാൻ. പിന്നെ അതേപോലെ വെജിറ്റബിൾസാണ്, നല്ല ഹെൽത്തിയാണ്. അത്ര നേരം തള വരുന്നത് വരെ ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ ഒന്ന് കണ്ടില്ലേ, നമ്മളെ പാവ് ഭാജിയിൽ നന്നായി ബബിൾസ് വന്ന് കണ്ടില്ലേ, നന്നായി തിള വന്നിട്ടുണ്ട്. ഇളക്കിയിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ അടി പിടിച്ചു പോകും. അപ്പോൾ ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ലാസ്റ്റ് നമുക്കിതിലേക്ക് കുറച്ച് ഒരു ഹാഫ് ലെമൺ ജ്യൂസ് ഒന്ന് ഇതിലേക്ക് പിഴിഞ്ഞ് വെച്ച് കൊടുക്കാം. ഓക്കെ, ഇനി നമ്മൾ ഇതിലേക്ക് ലാസ്റ്റ് കുറേ ഇത് നമ്മൾ കൊറിയാണ്ടർ, മല്ലിയില ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ കസൂരി മെത്തിയാണ് ചേർക്കുന്നത്. കസൂരി മെത്തി ചേർത്താലും കുഴപ്പമില്ല. അപ്പോൾ മല്ലിയില ഉണ്ടെങ്കിൽ നന്നായി മല്ലിയില ചേർത്ത് വെക്കും. മല്ലിയില ഇല്ലായിരുന്നു, പിന്നെ ഇപ്പോൾ മഴയാണ്, അതുകൊണ്ട് പോയിട്ട് വാങ്ങാനൊന്നുള്ള മടി കാരണം ഇതുകൊണ്ട് ഒപ്പിച്ചു. ഇനി നമ്മൾ പാവ് ഇതേപോലെ ഒന്ന് ചൂടാക്കിയെടുക്കണം. അതിനുവേണ്ടി നമ്മളൊരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ ഒന്ന് മെൽറ്റ് ആയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് മുളക് പൊടി, പിന്നെ കുറച്ച് മല്ലിച്ചപ്പ് ഉണ്ടെങ്കിൽ അതും ഇട്ട് കൊടുത്തായിരുന്നു. അതിന് ഇതിലേക്ക് നമ്മൾ പാവ് കണ്ടില്ലേ ഇതേപോലെ വെച്ചിട്ട് നന്നായി 2 പുറവും ചൂടാക്കിയെടുക്കാം. ബട്ടർ പാവ്, മസ്ക പാവ് എന്നാണ് ഇതിന് പറയുന്നത്. അപ്പോൾ ഇടയ്ക്ക് ഇതേപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഗൈസ്. നല്ല അടിപൊളി ടേസ്റ്റാണ് ഇതിൻ്റെ, എല്ലാവരും ഇഷ്ടപ്പെടും. അപ്പോൾ ഇതിപ്പോൾ 2 സൈഡും നന്നായി ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് പ്ലേറ്റിലേക്കൊന്ന് സെർവ് ചെയ്യാം. പാവ് ഭാജി ഇതേപോലെ ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, ഇതിൻ്റെ മുകളിൽ കുറച്ച് പച്ച ഉള്ളി അരിഞ്ഞത് വെച്ച് ഗാർണിഷ് ചെയ്ത് കൊടുക്കുക. പച്ച ഉള്ളിയും മല്ലിയിലയും വെച്ച് ഗാർണിഷ് ചെയ്ത് കൊടുക്കുക. ഓക്കെ ഫ്രണ്ട്സ്, ഇതിൻ്റെ മുകളിൽ കുറച്ച് ബട്ടർ കൂടി ചേർത്ത് കൊടുക്കാം. നല്ല അടിപൊളിയാണ്, നല്ല അടിപൊളി ഫ്ലേവറാണ്. അതിൽ ടേസ്റ്റ് എന്ന് വെച്ചാൽ ഔട്ട്സ്റ്റാൻഡിങ് ആണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.
ചൂടുള്ള പാവ് ഇതേപോലെ കട്ട് ചെയ്തിട്ട് നല്ല പാവ് ഭാജിയിൽ കുത്തി തിന്നാനുള്ള ടേസ്റ്റാണ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. വാ. അപ്പോൾ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യണം. അതേപോലെ ഇത് ട്രൈ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടായിരുന്നെന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കാൻ മറക്കരുത്.